ഞാൻ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞത് സ്വന്തം വാക്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അത് മനസ്സിലാക്കിയിട്ട്, ആ സർക്യൂട്ട് മനസ്സിലാക്കിയിട്ട് സ്വന്തമായിട്ട്, അല്ലാതെ ഗൂഗിളിലുള്ളതാ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലുള്ളതാ അതല്ല. ഈ പറയാൻ പോണ കാര്യങ്ങൾ അങ്ങനെയല്ല. ഇതൊരു LC പാരലൽ റെസൊണൻസ് സർക്യൂട്ട്. അതായത് ഒരു കപ്പാസിറ്റർ, അതിലെ ചാർജ് കപ്പാസിറ്റർ ഇൻഡക്ടറിലേക്ക് ഡിസ്ചാർജ് ചെയ്യും. ഫ്ലൈ ബാക്ക് വോൾട്ടേജ് വന്നിട്ട് കപ്പാസിറ്റർ ഓപ്പോസിറ്റായിട്ട് ചാർജ് ചെയ്യും. അപ്പോൾ വീണ്ടും അത് ഇൻഡക്ടറിലേക്ക് ഡിസ്ചാർജ് ചെയ്യും, പിന്നെ ഓപ്പോസിറ്റ് ചാർജ് ചെയ്യും. അങ്ങനെ ഒരു റെസൊണൻസ് ഫ്രീക്വൻസി 1/2π√LC വരും. അപ്പോൾ ഈ പോയിൻ്റ് ഗ്രൗണ്ട് ആണെങ്കിൽ, ഇത് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇത് ഈ ഫേസ് ഇങ്ങനെയാണെങ്കിൽ ഇത് ഓപ്പോസിറ്റ് ഫേസ് ആയിരിക്കും. കാരണം ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ ചെറിയ സിഗ്നൽ, ഇവിടെ ടാപ്പിംഗ് ഇത്തരം താത്തിയെടുത്തേക്കണം. ഈ ചെറിയ സിഗ്നൽ ഒരു ആംപ്ലിഫയറിലേക്ക് കൊടുത്താൽ ആംപ്ലിഫൈ ചെയ്തിട്ട് ഈ സെയിം ഫേസിൽ ഫീഡ്ബാക്ക് ചെയ്യണം. അപ്പോൾ ഇതൊരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറാണ്. ബേസിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 180 ഔട്ട് ഓഫ് ഫേസിലായിരിക്കും ഇത് കിട്ടണത്. ഇതൊരു കോമൺ എമീറ്റർ ആംപ്ലിഫയറാണ്. അപ്പോൾ ഈ സിഗ്നൽ ഇത് ബേസിലേക്ക് കൊടുത്താൽ നമുക്ക് ഓപ്പോസിറ്റ് 180 ഔട്ട് ഓഫ് ഫേസിലുള്ളത് കിട്ടും. അപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യാണ്ട്, ഈ ഓസിലേഷൻ സ്റ്റോപ്പ് ചെയ്യാതെ കണ്ടിന്യൂ ചെയ്യും. ഒരു ആംപ്ലിഫയർ വെച്ചിട്ട് ഫീഡ്ബാക്ക് ചെയ്യുക. അപ്പോൾ ഫീഡ്ബാക്ക് ചെയ്യുമ്പോൾ ഈ 180 ഔട്ട് ഓഫ് ഫേസിൽ വേണ്ടതുകൊണ്ടാണ് ഈ കോയിൽ ഇവിടെ എടുത്തേക്കണത്. ഈ ആംപ്ലിഫയർ സെയിം ഫേസിലാണെങ്കിൽ ഇവിടെ ഗ്രൗണ്ട് ചെയ്യാം, എന്നിട്ട് ഈ ടാപ്പിങ്ങിൽ കൊടുത്തു കഴിഞ്ഞാൽ സെയിം ഫേസിൽ ഫീഡ്ബാക്ക് ചെയ്യാം. ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൽ കണ്ട, ഇത് ഇൻപുട്ട് ആംപ്ലിഫയറിൻ്റെ, ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ആംപ്ലിഫയർ, ഇതൊരു LC റെസൊണൻസ് സർക്യൂട്ട്. അതായത് ഒരു പെൻഡുലം ആടിക്കൊണ്ടിരിക്കുമ്പോൾ സ്റ്റോപ്പ് ആകാതിരിക്കാനായിട്ട് അതിനൊന്ന് ഒന്തി കൊടുക്കുക, ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക്, അതെ സെയിം ഫ്രീക്വൻസി തന്നെ ഓസിലേറ്റ് ചെയ്യിപ്പിക്കുക. അങ്ങനെ ആണ് ഇത് ചെയ്യണത്. അപ്പോൾ ഇവിടെ ഇത് ലോഡ്, ഇത് നമുക്ക് വേണമെങ്കിൽ സീരീസ് ഫെഡ് ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞ സീരീസ് ഫെഡ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇക്വലൻ്റ് ഹൈ ഫ്രീക്വൻസി ഇക്വലൻ്റ് കാണിക്കാം. കാരണം ഇത് കണ്ട, ഈ ഹൈ ഫ്രീക്വൻസിക്ക് ഈ കപ്പാസിറ്റർ ഒരു ഷോർട്ട് സർക്യൂട്ട് മാതിരിയാണ്, ഈ കപ്പാസിറ്ററും ഇതും. അപ്പോൾ ഈ എമീറ്റർ ഇവിടെ കണക്റ്റഡായി, ബേസ് ഇവിടെ കണക്റ്റഡായി, കളക്ടർ ഇവിടെ കണക്റ്റഡായി ഹൈ ഫ്രീക്വൻസി കൊമ്പോണൻറ്റിന്. അപ്പോൾ കണ്ട, ഹൈ ഫ്രീക്വൻസി കൊമ്പോണൻറ്റിന് എമീറ്റർ കണക്റ്റായി. അപ്പോൾ ഇവിടെ ഇതിൻ്റെ 180 ഔട്ട് ഓഫ് ഫേസ് ആണ്. അതേമാതിരി ബേസിലുള്ളതിൻ്റെ 180 ഔട്ട് ഓഫ് ഫേസ് ആണ് കളക്ടർ ആംപ്ലിഫൈ ചെയ്യണത്. ഇതിൻ്റെ ഒരു ഹൈ ഫ്രീക്വൻസി ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു മനസ്സിലാക്കാൻ ആണ് ഞാൻ വരച്ചേക്കണത്. അപ്പോൾ ഈ ലോഡ് റെസിസ്റ്റൻസിന് പകരം ഇത് ലോഡാക്കി എടുക്കാം. അതാണ് ഇവിടെ കാണിച്ചത്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് വേണ്ട. അപ്പോൾ നമ്മൾ ഇത് ഗ്രൗണ്ട് ചെയ്യാൻ പറ്റില്ല, ഇത് നേരെ ഗ്രൗണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ഒരു കപ്പാസിറ്റർ വഴി ഗ്രൗണ്ട് ചെയ്താൽ നമുക്കിവിടെ പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കാം, പ്ലസ് കിട്ടും. അപ്പോൾ ഈ ട്രാൻസിസ്റ്ററിന് കളക്ടറിൽ ഈ പ്ലസ് ഇവിടെ കിട്ടും. കണ്ട, ഇതിലെ പ്ലസ് കളക്ടറിൽ കിട്ടും. അപ്പോൾ ബേസ് ഇതിലെ കണക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ബയാസ് കൊടുക്കാം. ആ സമയത്ത് ബയാസ് നമുക്ക് ഇവിടെ ഇങ്ങനെ ക്രോസ് ചെയ്തും കൊടുക്കാം, എമീറ്റർ അങ്ങനെയും കൊടുക്കാം. അത് ഞാൻ കാണും. ഈ ബേസ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് എമിറ്റർ ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എമിറ്റർ ഇതിൽ കിട്ടും. അപ്പോൾ ബേസ് നമുക്ക് ഈ ഫീഡ്ബാക്ക് ഇതിൽ കൊടുക്കാം. അപ്പോൾ ഈ റെസിസ്റ്റൻസ് ബയസ് ഇവിടെ ഇട്ട് കൊടുക്കാം. എമിറ്റർ നേരിട്ട് ഗ്രൗണ്ട് ചെയ്യാം. കാരണം ഇത് സീരീസ് ആയിട്ട് ഫെഡ് ചെയ്തേക്കണം. അപ്പോൾ ഈ പ്ലസ് വോൾട്ടേജ് ഇതിൽ വന്നിട്ട് ഇതിലേക്ക് കിട്ടും. കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് കണ്ട, ഇതിലെ എമിറ്ററിലേക്ക് കിട്ടും. അപ്പോൾ ഈ പ്ലസ് ഇതിലേക്ക് കിട്ടും. അപ്പോൾ പോസിറ്റീവ് ഇതിലെ കണ്ടക്ട് ചെയ്യും. ഹൈ ഫ്രീക്വൻസി കപ്പാസിറ്റർ വഴി എമിറ്ററിൽ കിട്ടും. ഇത് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തേക്കാണ്. ഇതിലെ ഹൈ ഫ്രീക്വൻസി കപ്പാസിറ്റർ വഴി ഫീഡ്ബാക്ക് കിട്ടും. ഇത് ബയാസ് കിട്ടും. ഇനി ഇത് ഓസിലേറ്റ് ചെയ്യാനുള്ള ഇതിൻ്റെ വാല്യൂസ്, അത് നമുക്ക് കറക്റ്റ് ഓസിലേറ്റ് ചെയ്യാനുള്ള വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് ഹൈ വാല്യൂ മതി. ഇത് ഒരു ലോ വാല്യൂ, ഒരു 200-400 PF ഒക്കെ റേഡിയോ ഫ്രീക്വൻസിക്ക്. ഇതും അതേമാതിരി PF, ഇതൊരു 100-200 PF
ഫ്രീക്വൻസി ഇൻ മെഗാ ഹെഡ്സ് ആണെങ്കിൽ, മീഡിയം വേവ് ആണെങ്കിൽ അതനുസരിച്ചിട്ട് ഇമ്പിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യാം ഇതിൻ്റെ. എന്നിട്ട് ഇത് കറക്റ്റായിട്ട് നമുക്ക് ഈ ബയാസും ഇതും ഈ കപ്പാസിറ്ററും എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാം. അത് ട്യൂണിങ്ങിന് അതിൻ്റെ കറക്റ്റ് വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. പക്ഷേ ബേസിക് തിയറി അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഈ ഡയഗ്രാം നോക്കിയിട്ട് ഡി സി കമ്പോണൻറ്റ് ഡി സി കപ്പാസിറ്ററിൽ കൂടി പാസ് ചെയ്യില്ല. അപ്പോൾ ഡി സി ഇതിലേ വന്ന് ഇതിലെ കളക്ടറിൽ കിട്ടും. അതാണ് ഇത് സീരീസ് ഫെഡ് ഹാർഡ്ലി ആണത്. അല്ലാന്നുണ്ടെങ്കിൽ കളക്ടറിൽ റെസിസ്റ്റൻസ് ഇട്ടിട്ട് കപ്പാസിറ്റർ വഴി ഇതിൽ ഫീഡ് ചെയ്യണം, നേരത്തെ കാണിച്ച മാതിരി. ഇതാണ് ഞാൻ പറഞ്ഞത് വർക്കിംഗ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ പ്രദീപിനോട് പറഞ്ഞത്. അത് ഗൂഗിളിലുണ്ട്, ഗൂഗിളിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് ടെക്സ്റ്റ് ബുക്കിൽ പേസ്റ്റ് ചെയ്ത് അങ്ങനെയല്ല. നമ്മളൊരു സർക്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ അതിന് പ്രയോജനമില്ല. അതുകൊണ്ടാണ് എനിക്ക് നേരം ഉണ്ടായിട്ടൊന്നുമല്ല, ഞാനിത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നോക്കിയതാണ്. വർക്കിംഗ് തിയറി മനസ്സിലാക്കണം. ഇപ്പോൾ ആ ബ്രിഡ്ജ് ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ അത് ഇട്ടപ്പോൾ അത് തെറ്റ് കണ്ടതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കണമായിരുന്നു. അപ്പോൾ ഞാനത് ചോദിച്ചത് കപ്പാസിറ്റർ ഫിൽറ്ററാണ്. ഫിൽറ്ററാണെങ്കിൽ ആ പറഞ്ഞതെല്ലാം തെറ്റാണ്, സെയിം വോൾട്ട് തന്നെ വരുള്ളൂ. അപ്പോൾ നമ്മൾ സർക്യൂട്ട് മനസ്സിലാക്കാതെ ചെയ്തപ്പോൾ മാത്രം ഞാൻ ചോദിച്ചതാണ്. പിന്നെ ഞാനല്ല ബുക്കിൻ്റെ കാര്യമൊന്നും എടുത്തിട്ടത്. അത് പ്രദീപ് തന്നെ ഇത് ചോദിക്കുമ്പോൾ തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ വേറെ കാര്യങ്ങൾ പറയും, ബുക്കിൻ്റെ പറയും, അത് ആൾക്കാരെ ചീത്ത പറയും. അങ്ങനെയുള്ള ഞാനിതേവരെ ഒരു ചീത്ത വാക്കും പറഞ്ഞിട്ടില്ല. അതിലെ ടെക്സ്റ്റ് നോക്ക്. അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ കൊള്ളാം. അതാണ് ഞാൻ പറഞ്ഞത്.